ثم الصلاة والسلام سرمدا على النبي خير من قد وحدا وآله وصحبه ومن تبع سبيل دين الحق غير مبتدع وبعد فاعلم بوجوب المعرفة من واجب لله 20 صفة فالله موجود قديم باقي مخالف للخلق بالإطلاق علم أمة سيدنا محمد അമ്മാബാദ്. മോമിനിങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ലോകത്തെ ഏറ്റവും വലിയ പഠനം. അള്ളാഹുവിൻ്റെ ദുനിയാവിൽ ഏറ്റവും വിവരമുള്ള ആൾ നബിതങ്ങളെക്കുറിച്ച് വിവരമുള്ള ആളാണ്. കാരണം ലോകത്തെ ഏറ്റവും വലിയ ജാഹിൽ അബൂജാഹിലാണ് എന്നുള്ളതാണ്. ജഹിൽ എന്ന് പറഞ്ഞ സാധനം, വിവരമില്ലായ്മ എന്ന് പറഞ്ഞത് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ജഹിൽ മുറക്കബ് എന്ന് പറയും, രണ്ട് ജഹിൽ ബസീത്ത് എന്ന് പറയും. ജഹിൽ മുറക്കബ് എന്ന് പറഞ്ഞാൽ വിവരമില്ലാത്ത അവസ്ഥയാണ്. ജഹിൽ ബസീത്ത് എന്ന് പറഞ്ഞാൽ വിവരമില്ല എന്നുള്ളതും വിവരമില്ലാത്ത അവസ്ഥയാണ്. രണ്ടും കൂടി ചേർന്നതാണ് അബൂജാഹിൽ പറഞ്ഞ സാധനം. അന്തമില്ലാത്തൊരനന്ത കോടിയാണീ അന്ത്യലോകത്തിൻ്റെ അന്തർഭാഗത്തിൽ അന്തമില്ലെങ്കിലും അന്തമില്ലെന്നുള്ള അന്തമുണ്ടാവലാണ് അന്തം എന്നാണ്. വിവരമില്ലെങ്കിൽ വിവരമില്ല എന്നുള്ള വിവരം ഉണ്ടാവലാണ് ഏറ്റവും വലിയ വിവരം എന്നാണ്. അതുമില്ലാത്ത ആളായി പോയി എന്നുള്ളതാണ് അബൂജാഹിലിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞത്. അബൂജാഹിലിന് ഒരു വിവരവും ഇല്ല എന്നല്ല കേട്ടോ. ഒരു വിവരമില്ലാത്ത ആളെ പിടിച്ചിങ്ങാണ്ട് ഇപ്പോൾ ഖുറൈശിയുടെ കാബൻ്റെ പ്രസിഡൻ്റാക്കുമോ? എന്തൊക്കെയോ വിവരങ്ങൾ അയാൾക്കുണ്ട്. മുത്തുനബിനെ പറ്റിയുള്ള വിവരമില്ല എന്നുള്ളതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ വയത് നടക്കണമെങ്കിൽ നിങ്ങളുടെ മസിലൊക്കെ ഒന്ന് അയച്ചിട്ടിരിക്കണം. അങ്ങനെ കൈയൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ എന്തോ സംഭവിക്കാൻ പോകുമ്പോൾ ഇരുന്നാലേ അത് പ്രശ്നമാണ്. അതുകൊണ്ട് മസിലൊക്കെ ഒന്ന് അയവാക്കിയിട്ട് എല്ലാവരും ഒന്ന് അയഞ്ഞിരുന്നാണ്. ഒന്ന് അയഞ്ഞിരുന്നിട്ടൊരു യാനബിയൊക്കെ ചെല്ലാം. യാനബി സലാം അലൈക്കും യാ റസൂൽ സലാം അലൈക്കും യാ ഹബീബ് സലാം അലൈക്കും സ്വലവാത്തുല്ലാഹി അലൈക്കും. പൊതുവെ എൻ്റെ വേദ ഒരു അയഞ്ഞ വേദമായതുകൊണ്ട് നിങ്ങൾ അയഞ്ഞിരുന്നാലേ നടക്കുള്ളൂ എന്നുള്ളതാണ്. ഷാളുവിനെ ഇവിടെ തന്നെ നിന്നോട്ടെ വെച്ചാണ് ഞാൻ. ഏതായാലും നിങ്ങൾ കാര്യമായിട്ട് ആദരവിൻ്റെ ഭാഗമായിട്ട് ഇട്ട് തന്നതല്ലേ. അപ്പോൾ ഏതായാലും ഇനി പ്രസംഗം കഴിയുള്ളത് അവിടെ നിൽക്കട്ടെ. മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിക്കണം. അതാണ് ഏറ്റവും വലിയ വിവരം. ലോകത്ത് പഠിച്ചാൽ അവസാനിക്കാത്ത ഒരു വിഷയം ഉണ്ടാവുള്ളൂ, അത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പഠിക്കുന്നതിനനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് ആ വിഷയത്തിൻ്റെ പ്രത്യേകത. ബാക്കി ഏത് വിഷയവും പഠിച്ചാൽ തീരും, ഈ ഒരു വിഷയം മാത്രം പഠിച്ചാൽ അവസാനിക്കൂല എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ മിക്കവാറും ഭാഗങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിക്കാൻ വേണ്ടി ചിലവാക്കണം. ലോകത്തെ എല്ലാ ഫളുകളും നബിയിലേക്ക് മടങ്ങും. വെള്ളിയാഴ്ചക്ക് പ്രത്യേകത ഉണ്ട്. എന്താ? മുത്തുനബിക്ക് പ്രത്യേകത ഉണ്ട് എന്നുള്ളതാണ് കാരണം. റമദാൻ മാസത്തിന് പ്രത്യേകത ഉണ്ട്. എന്താ പ്രത്യേകതയുടെ കാരണം? മുഹമ്മദ് നബിക്ക് പ്രത്യേകത ഉണ്ട് എന്നുള്ളതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ലൈലത്തുൽ ഖദറിന് പ്രത്യേകത ഉണ്ട്. ലൈലത്തുൽ ഖദറിൽ ഖുർആൻ ഇറങ്ങിയെന്നാണ്. ഖുർആൻ ലൈലത്തുൽ ഖദറിൻ്റെ അന്ന് അള്ളാഹുവിൽ നിന്നിറങ്ങിയെന്നല്ല, മുഹമ്മദ് നബിയിലേക്ക് ഇറങ്ങിയെന്നാണ്. അള്ളാഹുവിങ്കിൽ നിന്നിറങ്ങുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കലാം അവൻ്റെ ദാത്തിൽ നിലനിൽക്കുന്നതാണെന്നാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ അഖീദ. അതായത് അള്ള എന്നുണ്ടോ അന്ന് അള്ളാൻ്റെ കലാമുണ്ട്, അല്ലാതെ അത് ലൈലത്തുൽ ഖദറിൻ്റെ അന്ന് ഉണ്ടായതല്ല. ലൈലത്തുൽ ഖദറിൻ്റെ അന്ന് അല്ലാഹു തആല ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് എന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിച്ചിട്ട് ഓതി കൊടുത്തിട്ട്
ഇത് പോയിട്ട് മക്കത്ത് പോയിട്ട് മുഹമ്മദ് നബിക്ക് ഓതി കൊടുത്താളി എന്ന് പറഞ്ഞതല്ല. അള്ളാഹുവിൻ്റെ കലാം അവൻ്റെ ദാത്തിൽ നിലനിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്നുണ്ടോ അന്ന് അള്ളാഹുവിൻ്റെ കലാമും ഉണ്ട്. പിന്നെ ലൈലത്തുൽ ഖദറിൻ്റെ അന്ന് എന്തേ ഉണ്ടായിന്ന് ചോദിച്ചാൽ അത് മുഹമ്മദ് നബിയിലേക്ക് ഇറങ്ങി എന്നുള്ളതാണ്. അതിനാൽ ലൈലത്തുൽ ഖദറിനേക്കാൾ പ്രത്യേകത മുഹമ്മദ് നബിക്കുണ്ടെന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബി ഇല്ലെങ്കിൽ ഖുർആൻ ഇറങ്ങൂല. ഖുർആൻ്റെ പ്രത്യേകത എന്താ? അള്ളാഹുവിൻ്റെ കലാമാണ് എന്നുള്ളതല്ല. തൗറാത്തും അള്ളാഹുവിൻ്റെ കലാം തന്നെയാണല്ലോ. ഇഞ്ചീൽ അള്ളാഹുവിൻ്റെ കലാമാണ്, സബൂർ അള്ളാഹുവിൻ്റെ കലാമാണ്. തൗറാത്തിനില്ലാത്ത, ഇഞ്ചീലിനില്ലാത്ത, സബൂറിനില്ലാത്ത എന്ത് പ്രത്യേകതയാണ് ഖുർആനിനുള്ളതെന്ന് ചോദിച്ചാൽ മുഹമ്മദ് നബിക്ക് ഇറങ്ങി എന്നുള്ളതാണ് പ്രത്യേകത സല്ലല്ലാഹു അലൈഹി വസല്ലം. അതന്നെ എല്ലാ ഫളുകളും നബിയിലേക്ക് മടങ്ങും. 300-ലധികം തവണ ഖുർആൻ പേര് പറഞ്ഞ മഹാനായ സയ്യിദുനാ മൂസ നബി അലൈഹിസ്സലാം ദുആ ചെയ്തിട്ടുണ്ട്, പടച്ചോനെ എന്നെ നീ മുത്തുനബിയുടെ ഉമ്മത്തിൽ പെടുത്തണേ. ഹല്ലുക്കും ഫിദ്ദുന്യാ ഇയ്യായ, ദുനിയാവിൽ അല്ലാഹു നിങ്ങൾക്ക് ചെയ്ത ഏറ്റവും വലിയ സൗഭാഗ്യം ഞാൻ നിങ്ങളുടെ നബിയായതാണ്. വഹല്ലി ഫിദ്ദുന്യാ ഇയ്യാക്കും, അല്ലാഹു ദുനിയാവിൽ എനിക്ക് ചെയ്ത ഏറ്റവും വലിയ ഭാഗ്യം ഇങ്ങളെൻ്റെ ഉമ്മത്തായതുമാണ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. 120 വരികൾ സ്വർഗത്തിലേക്ക് നാളെ ഉണ്ടാവുന്നതാണ്. 120 വരിയാണ്, 120 കൂട്ടങ്ങളാണ് സ്വർഗത്തിലേക്കുണ്ടാവുക. അതിൽ 90 വരിയും മുഹമ്മദ് നബിയുടെ ഉമ്മത്തായിരിക്കുമെന്ന് അഷ്റഫുൽ വറ ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. നാളെ ഖിയാമത്ത് നാളിലേ ആദ്യം വിചാരണയ്ക്ക് വിളിക്കുക നമ്മളേക്കാരം. സ്വർഗത്തിലേക്ക് ആദ്യമായി പ്രവേശനം നൽകപ്പെടുന്നത് അമ്മക്കായിരിക്കും. ഒറ്റ കാരണമേ ഉള്ളൂ, മുത്തുനബിയുടെ ഉമ്മത്തായി എന്നുള്ളതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എല്ലാ ഫളുകളും നബിതങ്ങളിലേക്ക് മടങ്ങും സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തെ ഏറ്റവും പ്രത്യേകതയുള്ള നാട് മദീനയാണ്, മദീന പാഷൻ. അഫ്ളലു തുർബത്തുൽ അർളി തുർബത്തുൽ മദീന, ഭൂമിയിലെ മണ്ണുകളിൽ വെച്ച് ഏറ്റവും ഫളുലുള്ള മണ്ണ് മദീനയുടെ മണ്ണാകുന്നു. ഒരു നാടിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ആ നാട്ടിൽ ഒന്നുകിൽ നിലവിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നവരോ അല്ലെങ്കിൽ മുമ്പ് ജീവിച്ച് മരണപ്പെട്ടവരോ ആയ ചില ആളുകളുടെ പ്രത്യേകതയായിരിക്കും. ഫളുകൾക്കൊരടിസ്ഥാനമുണ്ട്. ഒരു മനുഷ്യൻ്റെ പ്രത്യേകത പറഞ്ഞാൽ എന്താ? ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അവൻ്റെ വാപ്പാൻ്റെ പ്രത്യേകതയാണ്. നമ്മളേതൊരാളെക്കുറിച്ച് ചോദിക്കുമ്പോൾ ആദ്യം എന്താ ചോദിക്കുക? ഓൻ്റെ വാപ്പ ആരാന്നാ ചോദിക്കുക. ഓൻ്റെ വാപ്പ ആരാന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ തലമ വാന്തി അതിൻ്റെ അർത്ഥം തന്തയില്ലാത്തവനാണെന്നാണ്. പിന്നെ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? വാപ്പല്ലെങ്കിൽ എല്ലാം പോയില്ലേ? മുത്തുനബി പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ വാപ്പ ഇബ്രാഹിം നബിയാണ്. അനഫീ മില്ലത്തി അബി ഇബ്രാഹിം, ഞാൻ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മാർഗത്തിലാണ് എന്നാണ് അതിൻ്റെ നേരെ അർത്ഥം. അത് ഞങ്ങളെ മലപ്പുറം ഭാഷയിൽ അർത്ഥം വെച്ചാൽ എൻ്റെ വാപ്പ ആരാന്നറിയാൻ എനിക്ക് ഇബ്രാഹിം നബിയാണ്, ആലോചിച്ച് കഴിച്ചുകൊണ്ടിട്ടോ എന്നാണ് അതിൻ്റെ ശരിക്കും മലപ്പുറം ഭാഷ. അനഫീ മില്ലത്തി അബി ഇബ്രാഹിം, ഞാൻ എൻ്റെ പിതാവായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മാർഗത്തിലാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 20 വാപ്പാരെ പേരറിയൽ നിർബന്ധമാണ് എന്നാണ്. എൻ്റെ വാപ്പാൻ്റെ പേര് ഇപ്പം എനിക്കറിയൽ ഈമാൻ ശരിയാവാൻ നിർബന്ധമൊന്നുമില്ല. അറിഞ്ഞില്ലെങ്കിൽ ആധാർ കാർഡ് ഉണ്ടാവില്ല എന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. എൻ്റെ വല്യപ്പാൻ്റെ പേര് എനിക്ക് അറിഞ്ഞില്ലെങ്കിൽ പിന്നെ വലിയ ഈമാൻ ശരിയാകുന്നിടത്ത് വലിയ പ്രശ്നമൊന്നും സംഭവിക്കില്ല. അടിയാധാരം കാണാനില്ല എന്ന് വരുന്നേ ഉള്ളൂ, സംഗതി പ്രശ്നമൊന്നും ഉണ്ടാവില്ല. മുത്തുനബിയുടെ 20 വാപ്പാരെ പേരറിഞ്ഞില്ലെങ്കിൽ പ്രശ്നമാവും, ഈമാൻ ശരിയാവില്ല എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുതൽ ആദം നബി അലൈഹി ഇസ്ലാം വരെയുള്ള എല്ലാ വാപ്പാരെ പേരും റെക്കോർഡിലുണ്ട്. പിന്നെ 20 നിർബന്ധമായതിൻ്റെ കാരണം എന്താ വെച്ചാൽ 20 ഒരഭിപ്രായ വ്യത്യാസം ഇല്ല എന്നുള്ളതാണ്. അവിടുന്ന് അങ്ങോട്ടുള്ളതിൽ ചെറിയ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാവും. 20 പിതാക്കന്മാരുടെ പേരിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല എന്നുള്ളതാണ്. എന്താ നബി തങ്ങളുടെ വാപ്പാരെ പ്രത്യേകത സല്ലല്ലാഹു അലൈഹി വസല്ലം? പുണ്യനബിൻ്റെ നേരെ വാപ്പ അബ്ദുള്ള റളിയല്ലാഹു അൻഹു ആണ്. അബ്ദുള്ള റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന നബി തങ്ങളുടെ നേരെ വാപ്പ ജീവിതത്തിൽ ഒരിക്കൽ പോലും, അത് അബ്ദുള്ള മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാക്കന്മാരിൽ നിന്ന് ഒരാൾ പോലും ഒരു കാലത്തും ശിർക്ക് ചെയ്തിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയൊരു ഖസായിസ് എന്താ കാര്യങ്ങൾ?
40 വയസ്സിന് ശേഷം ഇസ്ലാമിക ശരീഅത്ത് വിരോധിക്കപ്പെട്ടേക്കാവുന്ന ഒരു കാര്യം 40-ന് മുമ്പ് നബി തങ്ങൾ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പണ്ടൊക്കെ ചെയ്തിരുന്നു, പിന്നെ വിരോധിച്ചതിന് ശേഷം ചെയ്തിട്ടില്ല എന്നല്ല. ഇസ്ലാമിക ശരീഅത്ത് നബി തങ്ങൾക്ക് 40 വയസ്സ് കിട്ടിയിട്ട് 23 കൊല്ലത്തിനിടയിൽ വിരോധിക്കാൻ സാധ്യതയുള്ള ഒരു വിഷയം പോലും അഷ്റഫുൽ ഖൽഖായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 40-ന് മുമ്പ് ചെയ്തിട്ടില്ല. 40-ാമത്തെ വയസ്സിൽ നബിയാണ് എന്ന് പറയാനേ 35-ാമത്തെ വയസ്സിൽ മുതൽ 5 കൊല്ലം നുണറിയാതിരുന്നതല്ല, 3-ാം വയസ്സിൽ വർത്താനം തുടങ്ങിയിട്ട് ജീവിതത്തിൽ ഒരിക്കലും കളവ് പറയാത്ത ഒരാൾ മാത്രമേ ഭൂമിയിൽ ജീവിച്ചിരുന്നിട്ടുള്ളൂ. അത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഈ പഠിച്ചാൽ തീരൂല എന്ന് പറഞ്ഞതിൻ്റെ കാരണം. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓരോ കാര്യം അങ്ങനെയാണ്. ആയിഷ ബി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മലമൂത്ര വിസർജനത്തിന് പോയാലും മടങ്ങി വന്നാൽ ഞാൻ അവിടെ പോയി നോക്കൽ പതിവുണ്ട്, പക്ഷേ ഒന്നും കാണാറുണ്ടായിരുന്നില്ല എന്ന്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മലമോ മൂത്രമോ ജീവിതത്തിൽ ഒരാൾ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഈ ദുന്യാവിൽ ഒരു മനുഷ്യനെ ജീവിച്ചിരുന്നിട്ടുള്ളൂ, അത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എല്ലാ ഷറഫുകളും എല്ലാ ഫളലുകളും അഷ്റഫുൽ വറ ഹബീബുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് മടങ്ങും. തുടങ്ങി വെച്ച ആശയം വിവരത്തിൽ വെച്ച് ഏറ്റവും വലിയ വിവരം പുണ്യനബിനെ പറ്റിയുള്ള വിവരമാണ് എന്നുള്ളതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവ്വലു വാജിബിൻ അലൽ ആബാഇ, വാപ്പാർക്ക് ആദ്യം നിർബന്ധമാകുന്നത് അൻ യതഅല്ലമ ഔലാദഹും ബി അന്ന നബിയ്യനാ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉലിദ ബി മക്ക വതുഫിയ ബിൽ മദീന. ഫത്തുൽ മുഈന. മാതാപിതാക്കൾക്ക് നിർബന്ധമാകുന്ന ആദ്യത്തെ ബാധ്യത മുത്തുനബി ജനിച്ചത് മക്കത്താണെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ മദീനത്താണെന്നും പഠിപ്പിക്കലാണ്. വാപ്പാക്ക് വാപ്പാൻ്റെ ഖബർ എവിടെയെന്ന് പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ മുമ്പ് മുഹമ്മദ് നബിയുടെ ഖബർ എവിടെയെന്ന് പറഞ്ഞു കൊടുക്കൽ നിർബന്ധമാവും. ഞാൻ വായിച്ച ഇബാറത്ത് ഫത്തുൽ മുഈൻ്റെ ഇബാറത്താണ്. ഒരു മാതാപിതാക്കൾക്ക് അവ്വലു വാജിബിൻ അലൽ ആബായി എന്നുള്ളിടത്ത് ഫത്തുൽ മുഈൻ്റെ ഷർഹായി ആനത്ത് അലൽ ആബായി എന്നുള്ളിടത്ത് വൽ ഉമ്മഹാത്തി എന്നുകൂടി എടുത്തു കൊടുത്തിട്ടുണ്ട്. മാതാപിതാക്കൾക്ക് ആദ്യമായി നിർബന്ധമാകുന്ന കാര്യം ബി അന്ന നബിയ്യന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉലിദ ബി മക്ക, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ ജനിച്ചു എന്നും വതുഫിയ ബിൽ മദീനത്തി, മദീനയിൽ മറവ് ചെയ്തു എന്നുമാകുന്നു. വാപ്പ മക്കൾക്ക് വാപ്പാൻ്റെ ഖബർ എവിടെയെന്ന് പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ മുമ്പ് മുത്തുനബിയുടെ ഖബർ മദീനയിലാണെന്ന് പറഞ്ഞു കൊടുക്കൽ നിർബന്ധമാകുമെന്നതാണ്. അതാണ് നമ്മളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ. ഈ ബന്ധം മനസ്സിലായാൽ ഓട്ടോമാറ്റിക്കായിട്ട് സ്നേഹം വരും എന്നുള്ളതാണ്. ബന്ധം മനസ്സിലാവാത്തതിനെ സ്നേഹിക്കാൻ കഴിയൂല, ബന്ധം എന്നാലേ സ്നേഹം വരുള്ളൂ എന്നുള്ളതാണ്. വെളിയങ്കോട് ഉമർ ഖാദി റളിയല്ലാഹു അൻഹു റൗദ ഷരീഫിൻ്റെ അടുത്ത് എന്നിട്ട് യാക്രമ ബെയ്ത്തി അല്ലേ ഇപ്പോൾ റൗദൻ്റെ വാതിൽ തുറന്നു എന്നാണ് സംഗതി. ആ ബെയ്ത്ത് സബീനൻ്റെ പക്കത്തുണ്ട്. ഉംറക്ക് പോകുമ്പോൾ ഒന്ന് ഫോട്ടോ എടുത്തുങ്ങാണ്ട് പോയിട്ട് 100 വട്ടം ചെല്ലിയാലും തുറക്കണില്ല. എന്താ കാരണം? ഉമർ ഖാദി റളിയല്ലാഹു അൻഹു ആ ബെയ്ത്ത് ബുദ്ധി തല പറഞ്ഞു കൊടുത്തതല്ല എന്നുള്ളതാണ്, മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാണ്. അങ്ങനെ വന്നാൽ ഞമ്മക്കും തുറക്കും, അങ്ങനെ വന്നാൽ നമ്മക്കും തുറക്കും എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞത്. അപ്പോൾ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം 2 തരത്തിലുണ്ട് എന്നാണ്. ഒന്ന് അഖ്ലിയായ സ്നേഹം എന്ന് പറയുന്നതും രണ്ടാമത്തേത് ത്വബഇയായ സ്നേഹം എന്ന് പറയുന്നതും. അങ്ങനെ സ്നേഹം 2 തരത്തിലുണ്ട്. അഖ്ലിയായ സ്നേഹം എന്ന് പറഞ്ഞാൽ ബുദ്ധിപരം, ത്വബഇയായ സ്നേഹം എന്ന് പറഞ്ഞാൽ പ്രകൃതിപരം. ബുദ്ധിപരമായ സ്നേഹം എന്ന് പറഞ്ഞാൽ മുത്തുനബിനെ സ്നേഹിച്ചില്ലെങ്കിൽ കഴിച്ചിലാവില്ല എന്ന് മനസ്സിലായപ്പോൾ സ്നേഹിച്ചു, അതിനാണ് അഖ്ലി എന്ന് പറയാം. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളങ്ങനെ പഠിച്ചപ്പോൾ സ്നേഹം വന്നു, അത് അഖ്ലിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബുദ്ധിയെക്കുറിച്ചും തന്ത്രങ്ങളെക്കുറിച്ചും മനസ്സിലായപ്പോൾ ഒരാൾക്ക് സ്നേഹം വന്നു, അത് അഖ്ലിയാണ്. ത്വബഇ എന്ന് പറഞ്ഞാൽ അതല്ല, സ്നേഹിക്കണ്ടെന്ന് കരുതിയാലും പറ്റണില്ല, സ്നേഹം ഇങ്ങോട്ട് വരിക തന്നെ, അതിനാണ് ത്വബഇ പറഞ്ഞത്. പുണ്യനബിനോടുള്ള സ്നേഹം അങ്ങനെ ആയിരിക്കണം, ത്വബഇ ആയിരിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെയാണ് സഹാബത്ത് വിജയിച്ചത്. ഈ ഉമ്മത്തിൽ ഏറ്റവും വിജയിച്ച ആൾ അബൂബക്കർ സിദ്ദീഖാണ് റളിയല്ലാഹു അൻഹു. ഈ ഉമ്മത്തിൽ ഏറ്റവും വിജയിച്ച ആൾ.
പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കളിക്കൂട്ടുകാരനാണ് എന്നതാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അങ്ങനെ ഒരു പ്രത്യേകതയിലെത്താണ്ടായ കാരണം. മിറാജിൻ്റെ രാത്രി 7 ആകാശങ്ങളൊക്കെ കയറിയിട്ട് അള്ളാഹിനെ കണ്ട് വർത്താനൊക്കെ പറഞ്ഞിട്ട് മടങ്ങി വന്ന് പിറ്റേ ദിവസം രാവിലെ കഅബമ്മക്ക് ഇങ്ങനെ കയ്യുമ്മക്ക് തലയും വെച്ചിട്ട് നബി തങ്ങളിങ്ങനെ ഇരിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂജഹൽ എന്നിട്ട് ചോദിച്ചു, മുഹമ്മദ് എന്തേലും പുതിയ വിവരം ഉണ്ടോ? എൻ്റെ ഇരുത്തം കണ്ടാലൊരു സുഖമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങൾ പറഞ്ഞു ഉണ്ട് പറഞ്ഞു. എന്താ ചോദിച്ചു? ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങണോടത്ത് നിന്ന് നീച്ചിട്ട് മസ്ജിദുൽ ഹറാമിൽ വന്നു. മസ്ജിദുൽ ഹറാം എന്ന് ബൈത്തുൽ മുഖദ്ദസിൽ പോയി. ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് 7 ആകാശങ്ങൾ സഞ്ചരിച്ചു. അള്ളാഹുവിനെ കണ്ട് അഭിമുഖ സംഭാഷണങ്ങൾ നടത്തി. നിസ്കാരവും വാങ്ങി മടങ്ങി വരുന്ന വഴിയിൽ മൂസ നബി അലൈഹി ഇസ്ലാമിനെ കണ്ടു. അങ്ങോട്ട് തന്നെ പോയി നിസ്കാരം ചുരുക്കി ഇങ്ങോട്ട് വന്നു. വീണ്ടും പോയി 9 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി. ബൈത്തുൽ മുഖദ്ദസിൽ മടങ്ങിയെത്തി. നേരം പുലർന്നപ്പോഴേക്ക് കിടന്നിരുന്ന സ്ഥലത്ത് മടങ്ങിയെത്തി എന്ന് പറഞ്ഞപ്പോൾ അബൂജഹൽ ഒരു ചിരിയാണ് ചിരിച്ചു. എന്ത് ചിരി? കുട്ടികളും പറയുന്ന ഒരുമാതിരി ചിരിയാണ് ചിരിച്ചു. ഒരാക്കണ ചിരിയെന്ന് നമ്മൾ പറയില്ല, ആ ചിരി. എന്നിട്ട് അവൻ്റെ ആൾക്കാരൊക്കെ വിളിച്ചു, വരിടാ എല്ലാവരും വരി പുതിയ വിവരം ഉണ്ട് പറഞ്ഞു. എല്ലാവരും വിളിച്ചെടുത്തിട്ട് പിന്നെ മൂപ്പര വക ഒരു വിശദീകരണം. ഇന്നലെ രാത്രി ഉറങ്ങണോടത്തുനിന്നേ അങ്ങോട്ട് നീച്ചിട്ട് ബൈത്തുൽ മുഖദ്ദസ് കണ്ട് പോയി തരേ. എന്നിട്ട് അവിടുന്ന് 7 ആകാശങ്ങൾ കയറിയിട്ട് അവിടെ എവിടെയെങ്കിലും നിന്നിക്കുകയാണെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല. പോയ വഴിക്ക് മടങ്ങിങ്ങാണ്ട് നേരം വെളുത്തപ്പോൾ അതിന് കിടന്നിരുന്ന സ്ഥലത്ത് തിരിച്ചെത്തി എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടിയാണ് ചിരിച്ചത് കേട്ടുങ്ങാണ്ട് സിദ്ദീഖുൽ അക്ബറുണ്ട് വന്നു റളിയല്ലാഹു അൻഹു. എന്താ വിഷയം എന്ന് ചോദിച്ചു. അതിൽ അബൂജഹൽ ഇങ്ങനെ കുറച്ച് ഉഷാറാക്കിയിട്ട് വിവരം പറഞ്ഞു കൊടുത്തപ്പോൾ ഒരു ചോദ്യം ചോദിച്ചു, ഇതിൻ്റെ നബി പറഞ്ഞാണോ ചോദിച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നെയാണ്. കാരണപ്പോൾ പറഞ്ഞു, എന്നാലേ അബൂബക്കർ അത് വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ പേരാണ് ഈമാൻ പറഞ്ഞത്. ഞാനൊരു സത്യങ്ങളോട് പറയുകയാണ്, വരുന്ന കാലഘട്ടത്തിൽ ഇനി നമ്മൾ അഭിമുഖീകരിക്കുന്ന വരുന്ന കാലഘട്ടത്തിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നത് മുഹമ്മദ് നബി ആയിരിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം നബി തങ്ങളെ തെറ്റിദ്ധരിച്ചാലേ ഈമാൻ പോവുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം. യുക്തിവാദത്തിൻ്റെ അടിസ്ഥാനം എന്താ? മുത്തുനബിനോട് താല്പര്യമില്ലായിട്ടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിരീശ്വരവാദത്തിൻ്റെ അടിസ്ഥാനം എന്താ? പുണ്യനബിയോട് താല്പര്യമില്ലാതായതാണ്. ലിബറലിസത്തിൻ്റെ അടിസ്ഥാനം എന്താ? അഷ്റഫുൽ ഖൽഖിനോട് താല്പര്യമില്ലാതായതാണ്. ബിദ്അത്തിൻ്റെ അടിസ്ഥാനം എന്താ? മുഹമ്മദ് നബിയോട് താല്പര്യമില്ലാതായതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ തലമ്മേ ചെവി എന്ന് പറയുന്ന ഈ ഉപകരണം ഫിറ്റ് ചെയ്ത് തന്നിട്ട് നമ്മളെ ഈ ദുന്യാവൊക്കെ അയച്ചതിൻ്റെ ശേഷം നമ്മൾ കേൾക്കേണ്ടി വന്ന ഏറ്റവും മോശപ്പെട്ട അഭിപ്രായം മുഹമ്മദ് നബി സാധാരണ മനുഷ്യനാന്ന് കേൾക്കേണ്ടി വന്നു എന്നുള്ളതാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളെ പഠിക്കാൻ അനസ് റളിയല്ലാഹുവിനെ പഠിച്ചാൽ മതിയാവുന്നതാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹുവിന് 100 ചില്ലാനം വയസ്സ് ജീവിച്ചിട്ടുണ്ട്. 106, 110, 115, 20, 30, 50 വരെ അഭിപ്രായമുണ്ട്. 100 ചില്ലാനം വയസ്സ് ജീവിച്ച അനസ് റളിയല്ലാഹു അനസ് ബിൻ മാലിക് റളിയല്ലാഹുവിൻ്റെ കവിളിലിങ്ങനെ തൊട്ടിട്ട് ആ കൈ ഇങ്ങനെ വാസനിച്ചു നോക്കിയാൽ റോസാപ്പൂവിൻ്റെ മണം ഉണ്ടായിരുന്നു എന്നാണ്. 10 വയസ്സ് തികയുന്നതിൻ്റെ മുമ്പൊരിക്കൽ തൻ്റെ എളാപ്പ നബി തങ്ങളുടെ അടുത്തേക്ക് കൂട്ടി വന്നപ്പോൾ പുത്രവാത്സല്യം, കുട്ടികളോടുള്ള വാത്സല്യം കൊണ്ട് നബി തങ്ങളൊന്ന് ഉമ്മ വെച്ചിരുന്നു എന്നതാണ് കാരണം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ലോകത്ത് പഠിച്ചാൽ തീരാത്ത ഒരാൾ മാത്രമേ ഉള്ളൂ, അത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇനി വരുന്ന കാലത്ത് നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഏറ്റവും വലിയ അടങ്ങേറ് മുത്തുനബിയെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളതായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ലവലേശം സംശയം ഉണ്ടായാൽ മറുപടി കിട്ടുന്നതിൻ്റെ മുമ്പ് ഈമാൻ പോവും. ഒരു ഉദാഹരണം ഞാൻ പറയാം. നബി തങ്ങളെക്കുറിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് ഈ അടുത്ത് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന പുതിയൊരു കാര്യമാണ്. ഒരിക്കൽ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഈത്തപ്പനത്തോട്ടത്തിൽ ചെന്നു. ഒരു ഈത്തപ്പനത്തോട്ടത്തിൽ ചെന്നപ്പോൾ ആ ഈത്തപ്പനത്തോട്ടത്തിൽ ഒരു നല്ല സുന്ദരിയായ പെൺകുട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. നബി തങ്ങളെ കണ്ടപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു, ഒരാട്ടിടയൻ്റെ കൂടെ ശയ്യ പങ്കിടാൻ എനിക്ക് താല്പര്യമില്ല. ഒരാട്ടിടയൻ്റെ കൂടെ ശയ്യ പങ്കിടാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളോട് പറഞ്ഞു, അവൾക്ക് വേഗത്തിൽ ഒരു കൂട്ട് വസ്ത്രം വാങ്ങിക്കൊടുത്ത് തിരിച്ചയക്കുക. അങ്ങനെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ സഹാബത്ത് റളിയല്ലാഹു അൻഹും അവൾക്കൊരു കൂട്ട് വസ്ത്രം വാങ്ങിക്കൊടുത്ത് തിരിച്ചയക്കൂന്ന് കേൾക്കുമ്പോൾ നമുക്ക് പഠിച്ചോനെ അന്നത്തെ കാലത്തേറ്റ് എന്തേലും ഉണ്ടായോ നാവല്ലാന്ന് തോന്നിയാൽ ഉടനെ പോകും ഈമാനെ. ലവലേശം മുഹമ്മദ് നബിയിൽ സംശയം വന്നാൽ
മറുപടി വരുന്നതിൻ്റെ മുമ്പ് ഇമാം പോയിട്ടുണ്ടാവും. മറുപടി അടുത്ത ട്രെയിനിന് ടിക്കറ്റ് കിട്ടിയിട്ട് വേണ്ടി വരും വരാൻ, അപ്പോഴത്തേന് ഇമാം പോകും. മറുപടി കിട്ടുന്നതിൻ്റെ മുമ്പ്. അതാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ താരതമ്യം എന്ന് പറയുന്നത്. മുഹമ്മദ് നബിയിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിച്ചാലും ഇളകാൻ പാടില്ല. അതാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ ഇൻ്റെ നബിൻ്റെ ഇരുന്ന് അങ്ങനെ ഉണ്ടാവില്ല എന്ന് പറയുന്ന ഒരു കൽബ് നമുക്കുണ്ടായിത്തീരണം. അതിന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിച്ചെങ്കിലേ അത് ഉണ്ടാവുള്ളല്ലോ. മറുപടി പിന്നത്തെ കാര്യമാണ്. മറുപടി എന്താ, പറഞ്ഞ സ്ഥിതിക്ക് മറുപടിയും കൂടിയും പറയാമെന്നുള്ളതേ ഉള്ളൂ. ഇത് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു തൻ്റെ സഹീഹിലും ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു തൻ്റെ സഹീഹിലും റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിനെ വഴിതെറ്റിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ വന്ന സന്ദർഭത്തിൽ മദീനക്കാരനായ ഒരു അൻസ്വാരിയായ മനുഷ്യൻ നബിനോട് വന്നിട്ട് പറഞ്ഞു, എൻ്റെ മോളങ്ങക്ക് ഞാൻ കെട്ടിച്ചു തരട്ടേന്ന് ചോദിച്ചു. ആന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ കെട്ടിച്ചു തന്നു എന്ന് പറഞ്ഞു. നബി തങ്ങൾ പറഞ്ഞു ഞാൻ സ്വീകരിച്ചു എന്ന്. രണ്ടാളും കണ്ടിട്ടുണ്ടായിരുന്നില്ല. പേരെ ചെന്നിട്ട് മോളോട് പറഞ്ഞു, മോളെ മദീനത്ത് പുതിയൊരു രാജാവ് വന്നിട്ടുണ്ട്, അന്നെ ഞാൻ മൂപ്പർക്ക് കെട്ടിച്ചു കൊടുക്കട്ടെ ചോദിച്ചു. രാജാവിനല്ലേ കെട്ടിച്ചോളി പറഞ്ഞു. എന്നാൽ കെട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പറഞ്ഞു. അങ്ങനെ ഇവർ തമ്മിൽ കണ്ടുമുട്ടുന്നത് ഒരു ഈത്തപ്പനത്തോട്ടത്തിൽ വെച്ചാണ്. നബി തങ്ങളുടെ കൂടെ സഹാബത്തുണ്ട്, പെണ്ണിൻ്റെ കൂടെ അവരുടെ രക്ഷിതാക്കളുമുണ്ട്. ഈത്തപ്പനത്തോട്ടം എന്ന് പറയുമ്പോൾ അന്നത്തെ ഓഡിറ്റോറിയമാണ്. അന്ന് കല്യാണം നടക്കുക ഈത്തപ്പനത്തോട്ടത്തിലാണ്. അതുകൊണ്ടാണ് ഈത്തപ്പനത്തോട്ടത്തിൽ വെച്ചാണ് കല്യാണങ്ങൾ നടക്കാറുള്ളത്. അതാണ് ഈത്തപ്പനത്തോട്ടം എന്ന് പറയാനുണ്ടായ കാരണം. അങ്ങനെ ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ സഹാബത്തുണ്ട്, സ്ത്രീയുടെ കൂടെ രക്ഷിതാക്കളുണ്ട്. ഈ പെണ്ണിനെ ആദ്യമായിട്ട് കാണുമ്പോൾ പെണ്ണിന് തോന്നി, എൻ്റെ വാപ്പനോട് രാജാവിനെ കൊണ്ട് കല്യാണം നടത്താമെന്നാണ് പറഞ്ഞത്, ഇത് രാജാവൊന്നല്ലല്ലോ എന്ന് തോന്നി. ഈ വിവരമറിഞ്ഞ നബി തങ്ങൾ അവൾക്ക് ഇദ്ദയിരിക്കാനുള്ള വസ്ത്രം വാങ്ങിക്കൊടുത്ത് ത്വലാക്ക് ചൊല്ലി പറഞ്ഞയച്ചു എന്ന താരീഖിനെ വഴിമാറ്റിയതാണ്. ഇങ്ങനെ തന്നെ ഓരോ കാര്യം. ഏത് ഹദീസിൽ സംശയം തോന്നിയാലും അതേ ഹദീസ് തലക്കെന്ന് പഠിക്കുക വേണ്ടത്. കാരണം ഹദീസ് വഹയിൻ്റെ ഇൽമാണ്, അതിൽ തെറ്റുണ്ടാവില്ല. വഹയിൻ്റെ ഇൽമാണത് എന്ന് പറയണത്. അപ്പോൾ അതുകൊണ്ട് ഏത് ഹദീസിൽ സംശയം തോന്നിയാലും ആ ഹദീസ് തലക്കെന്ന് പഠിച്ചാൽ ആ സംശയം തീർന്നു പോകും. അത്രയാണ് കാര്യമുള്ളൂ. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ചുള്ള പഠനം ഒരാളെക്കുറിച്ച് അറിയുമ്പോഴാണ് ആ ആളെ സ്നേഹിക്കാൻ വേണ്ടി പറ്റുക എന്ന് പറഞ്ഞത്. ഓരോ കാര്യങ്ങളും ഏത് മനുഷ്യനെയും പഠിക്കുമ്പോൾ ആദ്യം ആ മനുഷ്യൻ്റെ പാരമ്പര്യത്തെക്കുറിച്ചാണ് പഠിക്കേണ്ടത്. അവിടെയാണ് നബി തങ്ങളുടെ 20 വാപ്പാർ വരുന്നത്. അബ്ദുള്ള റളിയല്ലാഹു അൻഹു മദീനയിൽ വെച്ചാണ് മരണപ്പെടുന്നത്. ബാബുസ്സലാം എന്ന് പറയുന്ന നമ്മൾ മദീനയിൽ ഉംറക്കൊക്കെ പോയാൽ പിന്നെ നബി തങ്ങളോട് സലാം പറയാൻ വേണ്ടി കയറുന്ന വാതിലാണ് ബാബുസ്സലാം. ബാബുസ്സലാം എന്ന് പറഞ്ഞ വാതിൽക്ക് കയറുന്നോട് തന്നെ വലത്ത് സൈഡിലായിരുന്നു എത്രേ നബി തങ്ങളുടെ പിതാവായ അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബറുണ്ടായിരുന്നത്. പഴയ കാലത്ത് അതിമ കുബ്ബൊക്കെ ഉണ്ടായിരുന്നു എന്നാണ്. ഇപ്പം ഏതായാലും മാർബിൾ മാത്രമേ കാണാനുള്ളൂ, വേറൊന്നും കാണാനില്ല എന്നുള്ളതാണ്. മുമ്പുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. അവിടെയാണ് അബ്ദുള്ള റളിയല്ലാഹു അൻഹു എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാപ്പാൻ്റെ ഖബറുള്ളത്. വലം യൽതഖിയ അലാ സിഫാഹിൻ ഖത്ത് എന്ന് പറഞ്ഞാൽ നബി തങ്ങളുടെ പിതാക്കന്മാരിൽ നിന്ന് ഒരാൾ പോലും ഒരു കാലത്തും വ്യഭിചരിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാക്കന്മാരിൽ നിന്ന് ഒരാൾ പോലും ഒരു കാലഘട്ടത്തിലും മദ്യപിച്ചിട്ടില്ല. അതുകൊണ്ടാണ് 20 വാപ്പാരെ പഠിക്കേണ്ടി വന്നത്. അബൂഹു അബ്ദുല്ലാഹി അബ്ദുൽ മുത്തലിബ് വാഷിമുൻ അബ്ദു മനാഫി യന്തസിബ് കുസൈ കിലാബും മുറത്തുൻ കഅബുൽ ലുഗൈ ഗാലിബ് ഫിഹ്റും മാലികുൻ നളറുൻ ഉഖൈ കിനാനത്തുൻ ഖുസൈമത്തും വമുദ്രിക ഇല്യാസു സുമ്മ മുളറുക്കും മുദ്രിക നിസാറുഹും വഅദ്ദുഹും അദ്നാനു തർതീബുഹും ആതാ ബിഹി തിബിയാനു. ഞാൻ ഈ ചെല്ല് ബൈത്ത് അഹ്മദ് അൽ മർസൂഖി റളിയല്ലാഹു അൻഹുവിൻ്റെ കിഫായത്തുൽ ഈമാൻ എന്ന കിതാബിലുള്ളതാണ്. ഞാൻ തുടക്കത്തിൽ ചെല്ലിയ ബൈത്തും കിഫായത്തുൽ ഈമാൻ്റെ ആദ്യത്തിൽ നിന്നാണ്. ഒരു പ്രത്യേകത ഉണ്ട്. കിഫായത്തുൽ ഈമാൻ്റെ രചയിതാവായ അഹ്മദ് അൽ മർസൂഖി റളിയല്ലാഹു അൻഹു കണ്ണ് കാണാത്ത ആളായിരുന്നു. കണ്ണ് കാണാത്ത കുറേ ആളുകളെ കുറിച്ച് ഞാൻ പഠിച്ചിട്ടുണ്ട്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ചെറുപ്പത്തിൽ കണ്ണ് കാണാത്ത ആളാണ്. ഉമ്മ ദോരന്ന് കണ്ണിന് കാഴ്ച കിട്ടിയിട്ട് 4000 ഉസ്താദുമാരെ നേരിൽ കണ്ട് ഇൽമു പഠിച്ചു മഹാനായ മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി റളിയല്ലാഹു അൻഹു. 4000 ഉസ്താദുമാരെ അടുത്ത് നിന്ന് ഇൽമു പഠിച്ചിട്ടുണ്ട് എന്നാണ്
ഇമാം ബുഖാരി റളിയല്ലാഹു, നമ്മൾ തമ്മ തെറ്റിയ ബുഖാരിയിലുണ്ടോ എന്ന് ചോദിക്കുമല്ലോ, എന്താ മൂപ്പര പ്രത്യേകത? 4000 ഉസ്താദ്മാരാ. നമുക്ക് മര്യാദക്ക് 4 ഉസ്താദ്മാരുണ്ടാവില്ല. അതിൽ തന്നെ 1-ാം ക്ലാസ്സിലെ ഇബ്രാഹിം അല്ലാക്കാനെ ഓർമ്മയില്ല. അങ്ങനെയാണ്. 4 മര്യാദക്ക് ഉണ്ടാവില്ല. ഓലെ കണ്ടിട്ട് കാലം കുറേ ആയിട്ടുണ്ടാവും. അതാണ് നമ്മളെ കുഴപ്പമെന്ന് പറയുന്നത്. 4000 ഗുരുനാഥന്മാരാണ് മഹാനായ മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ ചെറുപ്പത്തിൽ കണ്ണിന് കാഴ്ച കുറഞ്ഞ ആളായിരുന്നു. ഉമ്മാൻ്റെ ദ്വയണം. അങ്ങനെ ചരിത്രത്തിൽ ഒരുപാട് ആളുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദുന അബുൽ ഹസൻ അലിയിനി ഷാദുലി റളിയല്ലാഹു അൻഹു ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം വിട്ടുകടന്നതിന് ശേഷം കണ്ണിന് കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടു. ഷാദുലിയ ത്വരീഖത്തിൻ്റെ ഇമാമാണ്, അതിൻ്റെ സ്ഥാപകൻ, അതിൻ്റെ നേതാവാണ് അബുൽ ഹസൻ അലിയിനി ഷാദുലി റളിയല്ലാഹു അൻഹു. ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം കഴിഞ്ഞിട്ട് എന്താ കണ്ണിന് കാഴ്ച പോയാണ്ടാകുക? സ്വർഗത്തിലാദ്യം റബ്ബിനെ കാണുന്നത് കണ്ണിന് കാഴ്ച നശിച്ചവൻ തന്നാണത്. റൂഹുൽ ബയാൻ നീ നോക്ക് 2-ലുണ്ടിത് 286 പറയുന്നത്. സ്വർഗത്തിലാദ്യം അള്ളാഹിനെ കാണുക കണ്ണിന് കാഴ്ചയില്ലാത്ത ആളായിരിക്കുമെന്നാണ്. അതുകൊണ്ട് ഒരുപാട് പ്രധാനപ്പെട്ട ആളുകളെ നമുക്ക് ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റും. സാന്ദർഭികമായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. 2 വാക്ക് പറയണമെന്ന് പറയുകയും ചെയ്തതുകൊണ്ട് സന്ദർഭത്തോടൊത്തു വന്നതാണ്. അഹ്മദ് അൽ മർസൂഖി കണ്ണ് കാണാത്ത ആളായിരുന്നു. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉറക്കത്തിൽ കണ്ടു. കുരുടൻ്റെ കൈക്ക് പിടിച്ച് 40 ചുവടടി നടത്തുന്നു എന്നാൽ അവന് സ്വർഗം ഉടനടി നൽകുന്നതെന്നും സയ്യിദുൽ അദ്നാനി പറയുന്നതായി കാണാം റവാ ത്വബ്റാനി.